എന്തോ മാളു ഇത്? ഈ വൃത്തിയായിട്ട് ഡ്രസ് ഇട്ടോണ്ടോ നീ പുറത്തു പോകുന്നത്? ഈ ഡ്രസ്സിന് എന്തോ കുഴപ്പം? പെമ്പിള്ളേരായ ഇച്ചിരി അടക്കം ഒതുക്കൊക്കെ വേണം കേട്ടാ. എടി കുഞ്ഞെ, ഈ ഇറയെ പിടിച്ച മുട്ട് വരെയുള്ള ഡ്രസ് ഇട്ടോണ്ട് പുറത്തു പോകുന്നതേ കുടുംബത്തിൽ പറഞ്ഞ പിള്ളേർക്ക് യോജിച്ചല്ല. അത്രേ ഉള്ളൂ. ഞാൻ കുടുംബത്തിലല്ലോ, ആശുപത്രിയിലല്ലേ പറഞ്ഞു. മാളു, നീ ഇങ്ങനെ തർക്കുത്തരം പറഞ്ഞ് തന്നിഷ്ടം കാണിച്ച് നടന്നുണ്ടല്ലോ. വെള്ളം എടുത്ത കുടിക്കാൻ. ഇതിനെന്താ കുഴപ്പം? അയ്യോ, ഒരു കുഴപ്പമില്ല. എടി, ഇതൊക്കെ ഇട്ടുകൊണ്ട് പുറത്തു പോയ നാട്ടുകാരെന്താ പറയും? ഇവിടെ തന്നെയല്ല സാമ്പേ സൂമ്പയൊക്കെ ഇറങ്ങിയ കാലം ഇപ്പൊ. അതിന് സൂമ്പയ്ക്ക് എന്താ കുഴപ്പം? കുട്ടികളുടെ മനസ്സിനും ശരീരത്തിനും റിലീഫ് കിട്ടാൻ നല്ലതല്ലേ? ഇവിടെ മാത്രമല്ലല്ലോ, എല്ലായിടത്തും ഇല്ലേ? അപ്പൊ ഈ മതപണ്ഡിതന്മാരൊക്കെ പറയുന്നത് വെറുതെ? അത് അവരൊക്കെ സൂമ്പ ആയിരിക്കത്തില്ല, അത് വേറെ വല്ല ആയിരിക്കും. ഈ ആമ്പിള്ളാരും പെമ്പിള്ളാരോട് ഒരുമിച്ച് കിടന്ന് വരവുന്ന പരിപാടിയല്ലേ? എന്ത് വിവരക്കേടാ അച്ഛൻ ഈ പറയുന്നേ? ഞാനെന്ത് ഇവരൊക്കെ വേടി പറഞ്ഞേ? എടി, ഞങ്ങളുടെയൊക്കെ കാലത്തെ ആമ്പിള്ളാര് പെമ്പിള്ളാരോടോ പെമ്പിള്ളാർ ആമ്പിള്ളാരോടോ മിണ്ടുക പോലും ചെയ്യത്തില്ലായിരുന്നു, അറിയാവോ? ശരിയാ, ഞങ്ങള് മുഖത്ത് പോലും നോക്കത്തില്ലായിരുന്നു. അതുകൊണ്ടാ നിങ്ങളുടെ തലമുറയിൽ ഇത്ര ഞരമ്പ് രോഗികൾ ഉണ്ടായിരുന്നു. എന്തുപടി ഞങ്ങളുടെ തലമുറയ്ക്ക് കുഴപ്പം? അമ്മ, ഈ കാലത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും നല്ലപോലെ സഹകരിച്ചാണ് ജീവിക്കുന്നത്, അല്ലാതെ നിങ്ങളെ പോലല്ല. അച്ഛന്റെ ബൈക്കിന്റെ പുറകിൽ അച്ഛന്റെ പ്രായത്തിലുള്ള ഒരു സ്ത്രീ കയറി അമ്മയ്ക്ക് സഹിക്കോ? തിരിച്ചാണെങ്കിൽ അച്ഛന് സഹിക്കോ? നിങ്ങൾ അങ്ങനെ വളർന്നതുകൊണ്ടാണ് എല്ലാത്തിനെയും നിങ്ങൾ ഈ വൃത്തികെട്ട കണ്ണുകൊണ്ട് കാണുന്നത്. അന്തസ്സിനും അഭിമാനത്തിനും നിരക്കാത്ത ഒരു പ്രവൃത്തി ഞങ്ങളാരും ചെയ്യില്ല. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നവർക്ക് ഓരോരുത്തരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അത് നോക്കി നടന്ന് കുറ്റം പറയുന്നത് കമന്റ് ഇടുന്നതൊക്കെ ഒരുതരം ഞരമ്പ് രോഗം തന്നെ, അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ അസൂയ. നീ വായിക്കൊള്ളാത്ത ഡയലോഗ് ഒന്നും അടിച്ച് വലിയ ആളാവാനൊന്നും നോക്കണ്ട. എന്തായാലും ഇതൊന്നും നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചല്ല. അതുകൊണ്ട് പോയി ഇത് ഊരിയിട്ടിട്ട് വേറെ ഡ്രസ്സ് വല്ലതും കൊണ്ട് എടുത്തോണ്ട് പോകും. മാളു, അച്ഛൻ എന്താ ഇത്രയും താമസിക്കുന്നത്? വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ. മാളു ഒന്ന് വിളിച്ചേ. എടുക്കുന്നില്ലല്ലോ. അച്ഛനാണ്? അല്ല, സുനീഷ്. ഹലോ, എന്താടാ? പോലീസ് സ്റ്റേഷനിലോ? എന്നിട്ട് സ്കൂളിലോ? ഓട്ടോയിലോ? ശരി. എന്തോ അച്ഛൻ പോലീസ് സ്റ്റേഷനിലായിരുന്നു. ഇപ്പൊ ഓട്ടോയിൽ കയറ്റി വിട്ടിട്ടുണ്ടെന്ന്. നമ്മുടെ ഇടമറ്റത്തെ സ്കൂളിൽ കയറി ചെന്നെന്നോ പിള്ളേരെടുത്തിട്ട് അടിച്ചെന്നോ പോലീസ് കൊണ്ടുപോയെന്നോ എനിക്കറിയത്തില്ല. ഓട്ടോ വന്നു. എന്തുവാ? എന്തു പറ്റി അച്ഛാ? നിങ്ങൾ എന്തിനാ സ്കൂളിൽ ചെന്ന് കയറിയത്? അവിടെ പിള്ളേരുടെ സൂംബ ഡാൻസ് ഉണ്ടെന്നറിഞ്ഞ് ഒന്ന് കാണാൻ പോയതാ. അയ്യേ, എന്നിട്ട് അച്ഛാ സൂംബ കണ്ടോ? കണ്ടില്ല, കൊണ്ടതേ ഓർമ്മയുള്ളൂ. അയ്യോ, അവിടെ അടിക്കല്ലേ, അവിടെ തന്നെ അടിച്ചു. നല്ല വേദന കാണും. ഞാൻ ഇച്ചിരി എണ്ണയും കുഴമ്പും എടുക്കാം. ആമ്പിള്ളേരാണോ അച്ഛാ അടിച്ചേ? ആണും പെണ്ണും ഒന്നുമില്ല, പക്ഷേ എല്ലാം കൂടെ കയറി. അച്ഛന്റെ അന്തസ്സും സംസ്കാരം എല്ലാം പിള്ളേര് സൂമ്പ കളിച്ചൊരു പരിപാടി ഇല്ലേ അച്ഛാ? അന്തസ്സിനും അഭിമാനത്തിനും നിരക്കാത്ത ഒരു പ്രവൃത്തി ഞങ്ങളാരും ചെയ്യില്ല.